ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വഴുതനങ്ങ വെച്ചൊരു മസാലയാണ്. അതായത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതിനായിട്ട് ഒരു 300 ഗ്രാം വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അതായത് ഉണ്ട വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. വഴുതനങ്ങ കഴുകി വൃത്തിയാക്കി ഇതേ വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് ഒരു പഴുത്ത തക്കാളി, അതും അതേ വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്യാം. പിന്നെ വേണ്ടത് ഒരു 5 വെള്ളുള്ളി ചെറുതായി കട്ട് ചെയ്തതും ഒരു 5-6 ചുവന്നുള്ളി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് സവാള ചെറുത് പൊടിയായി കട്ട് ചെയ്ത്, പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വെക്കാം. കടായി ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ ഒരല്പം 1/4 സ്പൂണ് ഉലുവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഉലുവയാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഉലുവ വേണ്ടാത്തവർക്ക് കടുകും ചേർക്കാം. പിന്നെ ഒരു 4 കഷ്ണം വറ്റൽ മുളകും ചേർത്ത് ഒന്ന് മൂപ്പിച്ച് എടുക്കാം. എന്നതിന് ശേഷം അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ ചുവന്നുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ശരിക്കും മൂത്ത് നല്ല മണം വരുന്ന സമയത്ത് വെള്ളുള്ളിയും സവോളയും ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ 1-1.5 മിനിറ്റോളം വഴറ്റി കൊടുക്കണം. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്തൊന്ന് വഴറ്റി കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ എളുപ്പത്തിലുള്ളൊരു കറിയാണ്. വീട്ടിലുള്ള സാധനം കൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. സവോളയെല്ലാം ഇതേപോലെ വഴന്ന് വരുന്ന സമയത്ത് നമ്മൾക്ക് തക്കാളി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് അതേപോലെ ഒരു 1.5 മിനിറ്റ് മാത്രം വഴറ്റുക. ഒരുപാട് അങ്ങോട്ട് വഴറ്റി കുഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേ ഒരു സമയം ആകുമ്പോൾ നമ്മൾ ആ വഴുതനങ്ങ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. വഴുതനങ്ങ കഷ്ണങ്ങൾ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ കഷ്ണങ്ങളൊക്കെ സൈഡിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുവിലേക്ക് നമ്മളൊരു 3/4 സ്പൂണ് മല്ലിപ്പൊടിയും അത്ര തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്നുകൂടി ആ കഷ്ണങ്ങൾ അതിലേക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് നമ്മൾ വെള്ളം ഒഴിക്കരുത്. ഒരു 1/2 മിനിറ്റെങ്കിലും അതൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം. ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ആ വഴുതനയിലേക്ക് ഒന്ന് പിടിച്ചതിന് ശേഷം നമ്മൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതായത് ആ കഷ്ണം നികരെ വെള്ളമൊഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് ആ പുളി വെള്ളം കലക്കി വെച്ചിട്ടുണ്ട്, അതും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊരു 4 മിനിറ്റോളം അടച്ച് വെക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വെക്കുക. അങ്ങനെ വേവിച്ചെടുക്കണം. 4 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ തുറന്ന് നോക്കി, ഇതേപോലെയാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത്. കുറച്ചുകൂടി ഒന്ന് വേവാനും ആ വെള്ളം ഒന്ന് വറ്റി കുറുകി വരാനുമുണ്ട്. ഇനി നമ്മളൊരു 3 മിനിറ്റും കൂടി അതേപോലെ അടച്ച് വെക്കാം. അപ്പോൾ വഴുതനങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തും കിട്ടും. 3 മിനിറ്റ് കൂടി കഴിഞ്ഞു. ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. വഴുതനങ്ങയൊക്കെ ശരിക്കും വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് വേണ്ടത് എന്താ വെച്ചാൽ കുറച്ച് ശർക്കര, അതേപോലെ ഒരു 3-4 പൊടിക്കഷ്ണം ശർക്കര കൂടി ചേർക്കുക. നല്ല രുചിയായിരിക്കും. ഇതേപോലെ ചെയ്തില്ലെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. 1 മിനിറ്റ് കൂടി നമ്മളതൊന്ന് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കാറുണ്ട്. ഇനി പോരാത്ത ഉപ്പ് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തു. അപ്പോൾ ആ പുളിയുടെ രസവും വഴുതനങ്ങയുടെ രസവും കൂടെ ശർക്കര കൂടി ആകുമ്പോൾ നല്ല രുചിയാണ്. തക്കാളിയുടെ പുളിപ്പൊക്കെ കൂടി നല്ല ടേസ്റ്റാണ്. 2 തണ്ട് കറിവേപ്പില കൂടി അതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി കറിയായിട്ടുണ്ട്. ഇതേ പരുവത്തിലാണ് ഉള്ളത്. ചൂടാറി കഴിഞ്ഞാൽ ഒന്നുകൂടി കുറുകി കിട്ടും. ഇപ്പം ഞാനതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. ഉപ്പൊക്കെ നമ്മൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരുവിധം ചൂടാറിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ചൂടാറി കഴിഞ്ഞപ്പോൾ നമുക്കിതാ ഇതേപോലെ കുറുകിയ ഒരു കറിയാണ്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റും, ചോറിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല രുചിയാണ്. ഞാനിപ്പോൾ അത് വേറെ പ്ലേറ്റിലേക്ക് പകർത്തി കാണിക്കാം. അപ്പോൾ നമ്മളെ അടിപൊളി വഴുതനങ്ങ മസാലക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിൾ കറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് ചോറിൻ്റെ കൂടെ, നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ കറി നല്ല സൂപ്പറായിരിക്കും. എന്തായാലും ഒന്ന് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക്